ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ. പാർവതിദേവിയുടെ ഒരു ആഴമുള്ള ചോദ്യം. ശിവന്റെ പുഞ്ചിരിയിൽ മറഞ്ഞിരിക്കുന്ന ദിവ്യസത്യം. സമർപ്പണത്തിന്റെ ശക്തി. അണയാത്ത ദീപത്തിന്റെ പുരാണകഥ. വിശ്വാസം എങ്ങനെ ദീപമാകുന്നു? നമ്മുടെ ജീവിതത്തിൽ ഈ കഥയുടെ പ്രയോഗം. ശിവായ. ഈ വീഡിയോ മഹാദേവനോടുള്ള ഭക്തിയെപ്പറ്റിയുള്ള ഒരു പുരാണ കഥയാണ്. ഒരു ദിവസം വളരെ ശാന്തതയും നിശബ്ദതയും നിറഞ്ഞ രാത്രിയിൽ കൈലാസത്തിൽ പാർവതീദേവി മഹാദേവന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ദേവി മഹാദേവനോട് ഒരു സംശയം ചോദിച്ചു. പ്രഭോ, ആർക്കാണ് അങ്ങ് വേഗത്തിൽ അനുഗ്രഹം നൽകുന്നത്? ആരാണ് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തുന്നത്? ഈ ചോദ്യം പാർവതീദേവിയുടെ മാത്രം ചോദ്യം അല്ല. ലോകത്തിലെ എല്ലാ ഭക്തന്മാരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു ചോദ്യമാണ്. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, വെളിച്ചം കാണാൻ ആഗ്രഹിക്കുന്നവർക്കല്ല, ഇരുട്ടിലും എന്നെ വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ വേഗത്തിൽ ദർശനം നൽകുന്നത്. ഈ ഒരു വാചകം മനുഷ്യജീവിതത്തിന്റെ മുഴുവൻ സാരം തന്നെയാണ്. നമ്മൾ എല്ലാവരും വെളിച്ചം വന്നാൽ, അതായത് സന്തോഷം ഉള്ള സമയത്തു മാത്രമേ ദൈവത്തെ കാണാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ വിശ്വസിക്കൂ. മഹാദേവൻ പറയുന്നു, ഇരുട്ടിലും, അതായത് ദുഃഖമുള്ള സമയത്തും എന്നെ വിശ്വസിക്കണം. ഞാൻ എന്റെ ഭക്തനെ ഒരിക്കലും വിട്ടുപോകില്ല. സമർപ്പണമാണ് ദൈവത്തിനടുത്തെത്താൻ വേഗത്തിൽ എത്തിക്കുന്ന വഴി. പലരും എന്നെ വിളിക്കുന്നത് ഭയം കൊണ്ടോ ആവശ്യങ്ങൾക്കോ വേണ്ടിയാണ്. പക്ഷേ തന്റെ സർവസ്വവും എനിക്ക് സമർപ്പിച്ച് എല്ലാം നിന്റേതാണ് എന്ന് പറയുന്ന ഒരു ഭക്തന്റെ നിശബ്ദതയിൽ പോലും ഞാൻ ഓടിയെത്തും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇത് തരൂ, എന്റെ പ്രശ്നം മാറ്റൂ, എന്റെ വേദന നീക്കൂ. പക്ഷേ മഹാദേവൻ പറയുന്നു, നീ നിന്റെ പ്രാർത്ഥനകൾ എന്നെ ഏൽപ്പിക്കുക. നിനക്ക് വേണ്ടത് എന്താണെന്ന് നിന്നെക്കാൾ നന്നായി നിന്റെ പിതാവായ എനിക്കറിയാം. ഈ വാക്കുകൾ ഒരു ദൈവത്തിന്റെ വാക്കുകൾ മാത്രമല്ല, ഒരു പിതാവിന്റെ വാക്കുകളാണ്. ഒരു സുഹൃത്തിന്റെ വാക്കുകളാണ്. ഒരു രക്ഷകന്റെ വാക്കുകളാണ്. ഇനി മറ്റൊരു കഥ പറയാം. കെടാത്ത വിളക്ക്. ഒരു ഭക്തൻ ശിവലിംഗത്തിനു മുന്നിൽ ഒരു ദീപം തെളിച്ചു. കാറ്റ് വീശി, മഴ പെയ്തു, ഇരുട്ട് നിറഞ്ഞു. പക്ഷേ ദീപം അണഞ്ഞില്ല. ഭക്തൻ ചോദിച്ചു, ദീപം എന്തുകൊണ്ട് അണഞ്ഞില്ല? മഹാദേവൻ പുഞ്ചിരിച്ചു പറഞ്ഞു, നീ തെളിച്ചത് ഒരു ദീപമല്ല, നിന്റെ വിശ്വാസമാണ്. വിശ്വാസം ഒരിക്കൽ തെളിഞ്ഞാൽ അത് ഒരിക്കലും അണയുകയില്ല. ഈ കഥ നമ്മുടെ ജീവിതത്തിനുള്ള ഒരു ദിവ്യസന്ദേശമാണ്. പ്രശ്നങ്ങൾ വരും, കാറ്റ് വീശും, മഴ പെയ്യും, ഇരുട്ട് ചുറ്റും നിറയും. പക്ഷേ വിശ്വാസം തെളിഞ്ഞാൽ ദീപം ഒരിക്കലും അണയുകയില്ല. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല? കഥ ഒരു പുരാണകഥ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിബിംബം കൂടിയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല? എന്തുകൊണ്ട് എന്റെ വഴികൾ ഇത്ര കഠിനം? എന്തുകൊണ്ട് ഞാൻ മാത്രം പരീക്ഷിക്കപ്പെടുന്നു? മഹാദേവൻ പറയുന്നു, നീ ഇരുട്ടിലും എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെ കൈപിടിച്ചു നടത്തും. ഈ വാക്കുകൾ ആണ് നമ്മുടെ ആത്മീയ യാത്രയുടെ അടിസ്ഥാനം. മനുഷ്യന്റെ ഉള്ളിലെ ദീപം, അതാണ് മഹാദേവനോടുള്ള ഭക്തി. ഇപ്പോൾ ഇന്നത്തെ ആത്മീയ അനുഭവം ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ ശിവപുരാണം പാരായണവും പൂർണ്ണ യോഗ സെഷനും പ്രധാന വീഡിയോയിൽ ലഭ്യമാണ്. യോഗ ശരീരത്തിന്റെ ശാന്തിയല്ല, അത് മനസ്സിനാണ് ശാന്തി തരുന്നത്. ശിവപുരാണത്തിന്റെ വാക്കുകൾ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ, യോഗ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഈ രണ്ട് അനുഭവങ്ങളും ഒന്നിച്ചാണ് പൂർണ്ണത നേടുന്നത്. പ്രധാന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട്. ശിവപുരാണം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ കണ്ടെത്താൻ പർവ്വതങ്ങളിലേക്ക് പോകേണ്ടതില്ല, ദൈവം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ശ്വാസത്തിൽ, നമ്മുടെ നിശബ്ദതയിൽ, നമ്മുടെ സാക്ഷിയിൽ. അടുത്ത വീഡിയോയിൽ മനുവിന്റെയും മത്സ്യാവതാരത്തിന്റെയും കഥ കേൾക്കാം. അവസാനമായി, ഹര ഹര മഹാദേവ, നമഃശിവായ. ഇന്നത്തെ ശിവപുരാണ പാരായണവും പൂർണ്ണയോഗ സെഷനും പ്രധാന വീഡിയോയിൽ ലഭ്യമാണ്. മുഴുവൻ വീഡിയോ കാണാൻ മന്വന്തരങ്ങൾ, യുഗങ്ങളും പ്രപഞ്ചസൃഷ്ടികളും പാർട്ട് 2 സന്ദർശിക്കൂ.